കർത്താവിന് മഹത്വം. പിന്നെയും ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് നൽകിയതോർത്ത് സ്തോത്രം ചെയ്യാം. ഓരോ പ്രഭാതവും കർത്താവ് നമുക്ക് നൽകുമ്പോൾ ഒരു നിത്യമായ ഒരു ഉഷസ്സുണ്ട് എന്നുള്ള വലിയ പ്രത്യാശയാണ് നമുക്കുള്ളത്. നമ്മുടെ കർത്താവ് വരികയും നമ്മളെ ചേർക്കുകയും കർത്താവിനോടൊത്ത് നാം യുഗായുഗം വാഴുകയും ആയിരിക്കുകയും ചെയ്യുമെന്നുള്ളത് നമ്മുടെ വലിയ പ്രത്യാശയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ച പഠനം നമുക്ക് തുടർന്ന് ചിന്തിക്കാം. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ രണ്ടാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധിയും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നത്. നമ്മൾ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതോട് ഒപ്പം തന്നെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രായോഗിക തലങ്ങൾ നമ്മൾ ഈ നാളുകളിൽ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു, ഗ്രഹിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവും അനന്തര സംഭവങ്ങളോടുള്ള ബന്ധത്തിൽ കുറിവാക്യങ്ങൾ എന്ന വണ്ണം വിരലിലെണ്ണാവുന്ന വാക്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ഈ ഭാഗങ്ങൾ പറയുമ്പോൾ താൻ മറക്കാതെ പറയുന്ന ഒരു പ്രയോഗം ആ അധ്യായത്തിൻ്റെ തന്നെ 15-16 വാക്യങ്ങളിൽ താൻ സൂചിപ്പിക്കുന്നുണ്ട്. അത് തൻ്റെ ആത്മീക പക്വതയെ കാണിക്കുന്ന ഒരു വാചകമാണ്. പത്രോസ് അപ്പോസ്തലനൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നടന്ന് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ അവർ കണ്ടതും കേട്ടതും അവരുടെ കൈതൊട്ടതും അവർ അനുഭവിച്ചതുമായ ആ ഒരു വലിയ ദൈവത്തിൻ്റെ കൃപ പൗലോസിന് ആ നിലയിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവത്തിൻ്റെ സഭ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ സ്ഥാപിക്കുകയും പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടും നിയന്ത്രണത്തോടും കൂടെ ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ സമാരംഭിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളൊന്നും പൗലോസിന് ലഭിച്ചില്ല. അതിനുശേഷം സ്തേഫാനോസിൻ്റെ പ്രസംഗം, സ്തേഫാനോസിൻ്റെ രക്തസാക്ഷി മരണം, അവിടെയാണ് പൗലോസ് രംഗപ്രവേശം ചെയ്യുന്നത്. എന്നാൽ പൗലോസ് പറയുന്നത് ഒടുവിൽ അകാലപ്രജ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ചെയ്ത കാര്യങ്ങളൊന്നും തനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഏറ്റവും ഒടുവിൽ താനും ഈ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ പത്രോസിനെയും പൗലോസിനെയും ഈ 2 ദൈവദാസന്മാരെയും തുലനം ചെയ്യുമ്പോൾ പത്രോസ് പൗലോസിനെ അത്ര കണ്ട് മാനിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളുടെ ദൃഷ്ടിയിൽ, നമ്മുടെ വീക്ഷണത്തിൽ ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ പത്രോസിൻ്റെ ജീവിതത്തിൽ താൻ ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നെങ്കിലും താൻ ആത്മീകമായിട്ട് ആദ്യ നാളുകളിൽ ഒട്ടും വളരാൻ സാധ്യതയില്ലാതിരുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ജീവിതത്തിൻ്റെ ഒടുവിലാകുമ്പോൾ താൻ എത്രമാത്രം പക്വതയിലേക്ക് വളർന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. തൻ്റെ ലേഖനങ്ങളൊക്കെ അതാണ് നമ്മളെ കാണിക്കുന്നത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ, അവൻ എന്നിൽ വളരുമ്പോൾ ഞാൻ വളരെ കുറയും, അതല്ലെങ്കിൽ ഞാൻ കുറഞ്ഞാലേ അവൻ എന്നിൽ വളരാനായിട്ട് സാധിക്കുകയുള്ളൂ.
അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കണ്ടും കേട്ടും അനുഭവിച്ചും ഗ്രഹിച്ചും പഠിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് എഴുതിയിരിക്കുന്നത് പൗലോസാണ് എന്നുള്ളത് പത്രോസ് സമ്മതിക്കുകയാണ്. അത് മാത്രമല്ല, എഴുതുമ്പോൾ താൻ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കിക്കേ. 15-ാമത്തെ വാക്യം: അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ലേഖനങ്ങളെല്ലാം പത്രോസ് അപ്പോസ്തലൻ എന്ത് ചെയ്തിട്ടുണ്ടാകണം? വായിച്ചിട്ടുണ്ടാകണം. അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകണം. അത് പൂർണ്ണമായിട്ട് തനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പൗലോസിനെ തൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ, സ്വീകരിക്കുവാൻ സാധിച്ചു എന്നുള്ളത് പത്രോസ് അപ്പോസ്തലൻ്റെ ഒരു വലിയ പക്വതയാണ്. ഇന്നിൻ്റെ നാളുകളിൽ നമ്മൾ ഇതുപോലെ നമ്മൾക്ക് പിന്നിൽ നിന്ന് വരുന്നവരെ നമ്മൾ ഉൾക്കൊള്ളാനും കൈക്കൊള്ളാനും, ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നവരെ അറിയാനും, ദൈവം കാണിച്ചു തരുന്നവരിലൂടെ കർത്താവിൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകത്തക്ക നിലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഉള്ള ഒരു മനസ്സും ഒരു കണ്ണും ഒരു പ്രവൃത്തിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ സഭകളിൽ ഉണ്ടാകണം. ഉണ്ടായില്ലെങ്കിൽ തലമുറകൾ ഒരു പക്ഷെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനിയും അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. ഒരു പക്ഷെങ്കിൽ നമ്മളുടെ ഗ്രഹണശക്തിയോ പരിജ്ഞാനമോ ആത്മീകമായ ജ്ഞാനത്തെക്കാൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ പിന്നെ വരുന്ന ആളുകൾക്ക് ഉണ്ടായേക്കാം. അതും നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. പലപ്പോഴും ഇതൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ സഭകളിൽ സാധിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ദൈവത്തിൻ്റെ വേല, കർത്താവിൻ്റെ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കാതെ വരുന്നത്. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിലെ ആ ആത്മീക പക്വത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ മറ്റൊരു സംഭവം കൂടെ എനിക്ക് പറയാതിരിക്കാൻ തരമില്ല. പത്രോസ് അപ്പോസ്തലൻ യെരൂശലേം സഭയിൽ തൂണുകളായിട്ട് എണ്ണപ്പെട്ടവരിൽ ശ്രേഷ്ഠനായ ഒരു മനുഷ്യനായിരുന്നു. തന്നെ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ച് ആക്കുകയും ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ യെരൂശലേമിൽ, യഹൂദ്യയിൽ, ശമര്യയിൽ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം എന്ന് പറഞ്ഞ് വാഗ്ദത്തം കൊടുത്ത് അവരെ കർത്താവിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ദൈവദാസനാണ്. താൻ യെരൂശലേം സഭയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, താൻ യെരൂശലേം സഭയിൽ ആ തൂണുകളായിട്ട് എണ്ണപ്പെട്ടിരുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ തന്നെയാണ്. എന്നാൽ ഈ അപ്പോസ്തലനായ പൗലോസിനെ പോലെ തന്നെ അകാല പ്രജ പോലെ മറ്റൊരു വ്യക്തിയെ കർത്താവ് കാണുകയും കർത്താവിനെ ആ വ്യക്തിക്ക് കാണിച്ചു കൊടുക്കുകയും ആ വ്യക്തിയെ യെരൂശലേം സഭയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. ആ വ്യക്തി പിന്നീട് പത്രോസിനേക്കാൾ മുമ്പനായി തീർന്നു എന്ന് പറയാൻ ഞാൻ ദൈവവചനത്തിൽ ധൈര്യപ്പെടുകയാണ്. എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? നമുക്കറിയാം, യെരൂശലേം സഭയിൽ മാത്രമല്ല, യെരൂശലേം സഭയ്ക്ക് വെളിയിലും അന്ത്യോക്യ സഭയിലുമൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികളായിട്ടുള്ള ആളുകൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവർ നേരിട്ട് രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും സാധ്യമല്ല. അവർ ആദ്യം മോശയുടെ കൽപ്പന ആചരിക്കണം. മോശയുടെ കൽപ്പന ആചരിച്ചിട്ട് പിന്നീട് അവർക്ക് രക്ഷയിലേക്ക് വരാം, അതിനുശേഷം സ്നാനപ്പെടാം, അതിനുശേഷം ലോക്കൽ ചർച്ചിനോട് ചേർന്ന് മുന്നോട്ട് പോകാം. ഇതൊരു വലിയ പ്രശ്നമായി തീർന്നു. അതിനുവേണ്ടിയാണ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ ഒരു വലിയ കൗൺസിൽ കൂടി, അതിന് പറയുന്നത് യെരൂശലേം കൗൺസിൽ എന്നാണ്. അത് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്.
അപ്പോസ്തലന്മാരായിരിക്കുന്ന അതുപോലെ പൗലോസും ബർന്നബാസും ഒക്കെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ദൈവം അവരിലൂടെ ചെയ്ത ആ പ്രവർത്തനങ്ങളും പ്രവൃത്തികളുമൊക്കെ യെരുശലേം സഭയെ വിളിച്ചുകൂട്ടി ആ മൂപ്പന്മാരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും നടുവിൽ അവർ വിസ്തരിച്ചു. ജാതികളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു വലിയ വാതിൽ, സുവിശേഷത്തിന്റെ ഒരു വാതിൽ ജാതികൾക്കായിട്ട് തുറന്നുകൊടുത്ത ആ ചരിത്രമൊക്കെ പ്രസ്താവിച്ച് ആ പ്രശ്നങ്ങളെല്ലാം സവിസ്തരം അവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞപ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്നത്, ഒരു കൺക്ലൂഷൻ മെസ്സേജ് കൊടുക്കുന്നത് പത്രോസ് അപ്പോസ്തലനല്ല. ആരായിരുന്നെന്നറിയാമോ? ഒന്ന് പറയാൻ ശ്രമിക്കാമോ? അത് യാക്കോബായിരുന്നു. കർത്താവിൻ്റെ സഹോദരനായ യാക്കോബ്. ഈ യാക്കോബ് ആരായിരുന്നു? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച സമയത്ത് കർത്താവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയ വ്യക്തിയാണ്. ഒരർത്ഥത്തിൽ കർത്താവിനെ വീട്ടിൽ കയറ്റാതിരുന്ന വ്യക്തിയായിരിക്കണം. കർത്താവിന് ബുദ്ധിഭ്രമമുണ്ടെന്ന് പറഞ്ഞ് വീട്ടുകാരെല്ലാം തന്നോട് എതിർത്തു നിന്നപ്പോൾ അതിൽ അഗ്രഗണ്യനായിരുന്ന വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് കർത്താവ് ഈ യാക്കോബിന് വിശേഷാൽ പ്രത്യക്ഷനായി തന്നെ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരികയാണ്. ഈ പത്രോസ് ഈ യാക്കോബിനെ അനുവദിക്കുക എന്ന് പറയുന്നത് പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലെ പക്വതയല്ലേ? നമ്മൾ ഇതൊക്കെ കാണാതെ പോകുന്ന ചില വാക്യങ്ങളാണ്. നമ്മുടെയൊക്കെ പുതിയ തലമുറകൾ നമ്മൾക്ക് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഉള്ളപ്പോൾ തന്നെ അവർ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നമുക്കൊരു തലമുറ ഉണ്ടാകുകയില്ല. നമ്മൾ കരഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ പ്രവർത്തിക്കുക കൂടെ വേണം. പ്രവൃത്തി നമുക്കും അത്യാവശ്യമാണ് പ്രിയമുള്ളവരെ. അവരെ ആ നിലയിൽ കാണാനും ഇനിയും മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ആ യാക്കോബിൻ്റെ പ്രവർത്തനങ്ങളും യാക്കോബ് ആരായി തീർന്നു എന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ തെളിവാണ് യാക്കോബിൻ്റെ ലേഖനം. താൻ എഴുതുന്ന ആ എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം. ഈ യാക്കോബിനെ കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഒട്ടകത്തിൻ്റെ മുട്ടുള്ളവൻ എന്നാണ്. ഒട്ടകത്തിൻ്റെ മുട്ടുള്ളവൻ. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാമോ? നമുക്കറിയാം ഒട്ടകത്തിൻ്റെ മുട്ടിന് ഭയങ്കര തഴമ്പാണ്. ഈ യാക്കോബ് യെരുശലേം സഭയിൽ ഇത്ര ശ്രേഷ്ഠനായിട്ട് വരാനുള്ള കാരണം തൻ്റെ പ്രസംഗത്തിൻ്റെ വൈഭവമോ അല്ലെങ്കിൽ വാക്ചാതുര്യങ്ങളോ ഒന്നുമല്ലായിരുന്നു പ്രിയമുള്ളവരെ. ആ മനുഷ്യൻ ദൈവസഭയ്ക്ക് വേണ്ടി മുട്ടിന്മേൽ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇനിയും യാക്കോബിൻ്റെ ചരിത്രം ഇനിയും പഠിച്ചു കഴിഞ്ഞാൽ എത്രയോ പേരെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു മനുഷ്യനായിരുന്നു. എന്തിനേറെ പറയണം, ഇനി ഇതനുഭവിച്ച പൗലോസിനെ നമുക്കൊന്ന് ചിന്തിക്കാം. പൗലോസ് എങ്ങനെയായിരുന്നു? പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ മകനെ തിമോത്തിയോസേ, നീ ക്രിസ്തുവേശുവിലുള്ള കൃപയിൽ നീ എന്ത് ചെയ്യണം? ശക്തിപ്പെടണം. അത് കഴിഞ്ഞിട്ട് പൗലോസ് പറയുന്ന വാക്കെന്താണെന്നറിയാമോ? നീ ഇത് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം. നമ്മളൊക്കെയാണ് എന്തോ ചിന്തിക്കും, ഞാൻ മരിക്കുന്നത് വരെ അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും എങ്ങനെങ്കിലും ഒക്കെ ആയിക്കോ. ഒന്ന് ആലോചിച്ച പ്രിയമുള്ളവരെ, ആ വാക്കുകൾ നമ്മൾ കേവലം വായിച്ചു വിടാൻ പറ്റത്തില്ല. നീ ഇത് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണമെങ്കിൽ പൗലോസ് ഇതാരെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്? തിമോത്തിയോസിനെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്, ഒന്നാം തലമുറ. ഇനിയും പൗലോസ് പറയുക, ഞാൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ നീ ഇത് വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം. എത്ര അനുഗ്രഹിക്കപ്പെട്ട മാതൃകയാണെന്ന് നോക്കിക്കേ. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭാതലങ്ങളിൽ നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നോ, പ്രത്യേകിച്ച് നമ്മളുടെ സമൂഹം ഇതൊക്കെ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. അപ്പോൾ പൗലോസ് പറയുകയാണ്, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. ഒരുപക്ഷെങ്കിൽ അത് എനിക്ക് ഗ്രഹിപ്പാൻ പ്രയാസമുള്ളതായിരിക്കാം. അത് ഗ്രഹിപ്പാൻ ദൈവം കൃപ കൊടുക്കുന്ന ആളുകൾ വരുന്നുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, പത്രോസ് അപ്പോസ്തലൻ്റെ ആ കാര്യങ്ങളൊക്കെ ഞാനങ്ങ് ചിന്തിച്ചു. താൻ ഒത്തിരി കാര്യങ്ങളൊന്നും അവിടെ എഴുതുന്നില്ല. ഇനിയും ഞാൻ ഒരു കാര്യം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു സംക്ഷിപ്ത രൂപമാണ് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ഈ ലേഖനത്തിൽ ഇവിടെ പറയുന്നത്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത്. ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതിൻ്റെ ശരിയായ രീതിയിൽ നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ, അതിനാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, നീ സത്യവചനത്തെ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ബാക്കി ഇങ്ങ് പറഞ്ഞോണം കേട്ടോ, അപ്പോൾ ഇച്ചിരി ആക്റ്റീവായിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. നീ സത്യവചനത്തെ നീ എങ്ങനെ പ്രസംഗിക്കണം? യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിലുള്ളതുപോലെ പ്രസംഗിക്കണമെന്നാണോ? അതിൻ്റെ ആ മീനിങ് എന്താണെന്ന് അറിയാമോ? ഇംഗ്ലീഷിൽ വായിക്കുന്നത്, യു ഷുഡ് റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ഗാഡ്.
നീ ദൈവവചനത്തെ നേരെ, അത് ശരിയായ നിലയിൽ അത് നീ കീറി മുറിക്കണം. അത് ശരിയായ നിലയിൽ നീ വ്യാഖ്യാനിക്കണം. അത് തുല്യമായിരിക്കണം. അവിടെയും ഇവിടെയും ഒരു കുഴപ്പവും സംഭവിക്കാതെ യഥാർത്ഥമായിട്ട് നീ വിഭജിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്ന ഈ ലേഖനങ്ങൾ, ഇനിയും തിമോത്തിയോസിന് താൻ 2 ലേഖനങ്ങൾ എഴുതി. 1 തിമോത്തിയോസ്, 2 തിമോത്തിയോസ്. താൻ എഫേസോസിൽ താൻ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുകയാണ്. അവിടെയാണ് പൗലോസ് പറയുന്നത്, നീ സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. ഇനിയും ഈ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുക, റൈറ്റ്ലി ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു പ്രായോഗിക തലം കൂടെയുണ്ട്. അതിലൂടെ ഞാൻ പറയാം. ഇനിയും ഈ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ദൈവസഭയോടുള്ള ബന്ധത്തിലാണ്. പക്ഷേ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് വിശ്വാസികൾ അറിയേണ്ടതിന് ഞാനിത് എഴുതിയിരിക്കുന്നു. ആണോ? അങ്ങനെയാണോ? അല്ല, പിന്നെ നീ അറിയേണ്ടതിന് ഞാനിത് എഴുതിയിരിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെ എൻ്റെ സഭയിലായിരിക്കണം, വർത്തിക്കണം, എനിക്ക് തന്ന കൃപാവരം ഞാൻ എങ്ങനെ ജ്വലിപ്പിക്കണം, എനിക്കെൻ്റെ കർത്താവ് തന്ന ശുശ്രൂഷ ഞാൻ തിരിച്ചറിയണം, എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ഒരു ടൈം ബീയിങ്, ഒരു കാലയളവ്, ഒരു പീരീഡുണ്ട്, ഞാനത് തിരിച്ചറിയണം. എൻ്റെ കാലയളവിൽ എനിക്ക് കർത്താവ് തരുന്ന ആ പീരീഡിനുള്ളിൽ എൻ്റെ ശുശ്രൂഷ ചെയ്ത് തികയ്ക്കുവാൻ ഞാൻ തിരിച്ചറിയണം, ഞാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നീ ഇത് എന്ത് ചെയ്യണം? വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കണം. നീ ജീവനോടിരിക്കുമ്പോൾ അവർ അത് ചെയ്യുന്നത് നീ കാണണം. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. ഇങ്ങനെ ഒരു ദീപശിഖ കൈമാറുന്നത് പോലെ കർത്താവിൻ്റെ ശുശ്രൂഷ ഇങ്ങനെ തുടർന്നാൽ മാത്രമേ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ആയിരുന്നാലും പൗലോസ് ആയിരുന്നാലും തിമോത്തിയോസ് ആയിരുന്നാലും ഇവരെല്ലാം ആ നിലയിൽ മുന്നോട്ട് പോയവരാണ്. ഇനിയും ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ നല്ല ഒരു മാതൃക നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ അപ്പോസ്തലനായ പൗലോസ് കൊണ്ടുവരികയാണ്, ഒന്നാമത് കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ടുവരുന്നു. പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇംഗ്ലീഷിൽ ലെറ്റ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് ബി ഇൻ യു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. മറ്റുള്ളവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പൗലോസ് തന്നെക്കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസമെന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ എന്തു ചെയ്യും? സന്തോഷിക്കും. നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ, ഫിലിപ്പ്യരെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ, ദൈവമക്കളെ മുന്നോട്ട് കൊണ്ടുവരുവാൻ. ഇനിയും ആ ഫിലിപ്പ്യ സഭ ഉടലെടുത്ത ആ ആദ്യ നാളുകളിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഫിസിഷ്യനെ, ഒരു ഡോക്ടറെ താൻ അവിടെ ആക്കിയിട്ടാ പോകുന്നത്. ഫിലിപ്പ് ലേഖനം എഴുതുമ്പോൾ 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്ക് എൻ്റെ ചിന്തയിൽ അത് ലൂക്കോസ് ആയിരിക്കണം. സാക്ഷാൽ ഇണയാളിയായുള്ളോവേ. ഒരു പക്ഷെങ്കിൽ അത് ലൂക്കോസ് ആയിരിക്കണം. തന്നെ അവിടെ ശുശ്രൂഷയ്ക്കാക്കിയിട്ടാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ഒരു സാക്ഷാൽ ഇണയാളിയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സനുസരിച്ച്, എൻ്റെ ഹൃദയമനുസരിച്ച് ദൈവം എനിക്ക് നൽകിയ വെളിപ്പാടിൻ്റെ മർമ്മത്തിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് അവൻ ശുശ്രൂഷ ചെയ്യും എന്നുള്ളത് എൻ്റെ ഉറപ്പാണ്. നമ്മളായിരുന്നെങ്കിലോ? ലൂക്കോസ് ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, ഇന്നാളെ ഇങ്ങോട്ട് വന്നല്ല ഉള്ളോ. പുള്ളി ഡോക്ടറാ, സ്റ്റെതസ്കോപ്പുമായിട്ട് അങ്ങോട്ട് കൊള്ളട്ടെ, അദ്ദേഹത്തെ നമുക്ക് സഭയുടെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല. നോ, പൗലോസ് പറയും അവൻ സാക്ഷാൽ ഇണയാളിയാണ്, അവനത് ശുശ്രൂഷയ്ക്ക് യോഗ്യനാണ്. എ ഫിസിഷ്യൻ ബിക്കം എ പാസ്റ്റർ. അദ്ദേഹം പിന്നീട് ഒരു പ്രിസണറായിട്ട് മാറി. അദ്ദേഹം പിന്നീട് ഒരു പെൻമാനായിട്ട് മാറി, ഒരു ചരിത്രകാരനായിട്ട് മാറി. അങ്ങനെ 2 ചരിത്രം നമുക്ക് ലഭിച്ചു. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷവും, 2 സഭയുടെ ചരിത്രമാകുന്ന അപ്പോസ്തല പ്രവൃത്തിയും. ഇത് ഞാൻ കുമ്പനാട്ട് പറഞ്ഞില്ലേ, പിന്നെ എവിടെയാ പറയുന്നേ? ഈ ജനറൽ കൺവെൻഷൻ ഞാൻ പറഞ്ഞില്ലേ, എവിടെയാ പറയുന്നേ? നമുക്ക് സംഭവിച്ച പാളിച്ച, നമുക്ക് സംഭവിച്ച കുറവുകൾ
നമ്മൾ നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും മാത്രം കാര്യമില്ല. ഞാൻ തിരിഞ്ഞു വരണം, ഞാൻ മടങ്ങി വരണം. നമ്മുടെ പിതാക്കന്മാർ അവർക്കുണ്ടായിരുന്ന ആ ഒരു മനോദർപ്പണം എന്തായിരുന്നു? അവർക്കുണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അത് നമ്മൾക്കും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ടതായിട്ട് വരും. എനിക്ക് ശേഷം പിന്നെ എന്ത്, എനിക്ക് ശേഷം പിന്നെ ആര് എന്നുള്ള ഒരു പരിഭവം നമുക്ക് വരേണ്ട ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസൊക്കെ എത്ര സന്തോഷത്തോടെയാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യം തനിക്കുണ്ടായിരുന്നില്ല. തൻ്റെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുവരാൻ എൻ്റെ പിൻപിൽ ഒരുപറ്റം ആളുകൾ ഉണ്ടെന്നുള്ള പൂർണ്ണമായ വിശ്വാസം അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പിന്നെയും പറയുകയാണ് തൻ്റെ ആ കാര്യം. ഇനി അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, തിമോത്തിയോസ്, എനിക്ക് തുല്യചിത്തനായിട്ട് കരുതാൻ വേറെ ആരുമില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കുകളാണെന്നേ. കർത്താവിൻ്റെ ആ മനസ്സ് പൗലോസിലേക്ക് വന്നു, പൗലോസിന്റെ ആ മനസ്സ് തിമോത്തിയോസിലേക്ക് വന്നു. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ഒരു എപ്പഫ്രാദിത്തോസിനെ പൗലോസ് എടുത്തുകൊണ്ട് വരികയാണ്. എന്തിനാ ഇതൊക്കെ കൊണ്ടുവരുന്നേ? തലമുറകൾ 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 മുന്നോട്ട് പോവുകയാണ്. പൗലോസ് അങ്ങനെയായിരുന്നു തൻ്റെ ശുശ്രൂഷ ചെയ്തത്. താൻ കേവലം സുവിശേഷം അറിയിച്ച് മുന്നോട്ട് പോവുകയല്ലായിരുന്നു, താൻ കേവലം സഭകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോവുകയല്ലായിരുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ താൻ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരായിരുന്നു. നമ്മളൊക്കെ ദൈവസഭയിൽ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുക മാത്രമല്ലാതെ, എൻ്റെ പ്രിയമുള്ളവരെ, വരുന്ന തലമുറയെ നമുക്ക് കർത്താവിന് വേണ്ടി നിർത്തത്തക്ക നിലയിൽ അവരെ ശിഷ്യന്മാരായിട്ട് വാർത്തെടുത്തുകൊണ്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായിട്ട് ദൈവദാസന്മാരായിട്ട് നമുക്ക് നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം, നമ്മുടെ സഭകൾക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, പൗലോസിൻ്റെയും പത്രോസിൻ്റെയും വാക്കുകളിലൂടെ നമുക്കതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നലെ ചിന്തിച്ച ആ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഇന്നലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ചിന്തിച്ചതിൻ്റെ അല്പം ഒരു വിശദീകരണം കൂടെ തന്ന് ഞാൻ മുന്നോട്ട് പോകാം. ഓരോ ദിവസവും അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇന്നലെ നമ്മൾ ചിന്തിച്ചു കൃപയാലുള്ള രക്ഷ. പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനത്തിൻ്റെ ആദ്യ ഭാഗം, വാക്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, കൃപയാലുള്ള രക്ഷ നമുക്ക് കിട്ടിയെങ്കിൽ, നമുക്ക് സാധുതപ്രായമായെങ്കിൽ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നേ പറ്റുകയുള്ളൂ. ആ അധ്യായത്തിൽ പറയുക, അല്ലെങ്കിൽ ആ പ്രത്യേക പോർഷനിൽ പറയുന്ന 3 കാര്യങ്ങൾ. അതിൽ 1-ാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ വി ഷുഡ് ലിവ് ഇൻ ഹോപ്പ്. നമ്മൾ പ്രത്യാശയിൽ ജീവിക്കും എന്നുള്ളതാണ്. അത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട്. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏത്? കർത്താവിൻ്റെ കൃപ. കൃപയെന്ന് പറഞ്ഞാൽ സേവിങ് ഗ്രേസ്, അത് രക്ഷിക്കുന്ന കൃപയാണ്. 2, അത് നമ്മളെ ട്രെയിൻ ചെയ്യുന്ന കൃപയാണ്, അത് നമ്മളെ വളർത്തുന്ന കൃപയാണ്. കൃപ രക്ഷിക്കുക മാത്രമല്ല, നമ്മളെ വളർത്തുക കൂടെ ചെയ്യുന്നു. എങ്ങനെ വളർത്തുന്നു? ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശിക്ഷണം, ഞാൻ ഇന്നലെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ച് പകുതി പോലും എനിക്ക് തീർക്കാൻ പറ്റിയില്ല. അതെല്ലാം ഒരു പക്ഷെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ബാക്കിയായിട്ട് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടല് എന്നോടുണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് പ്രത്യാശയിൽ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എനിക്ക് പ്രത്യാശയിൽ ജീവിക്കണമെങ്കിൽ കൃപ എന്നെ ശിക്ഷിച്ച് വളർത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ ആരല്ല, ഞാൻ മക്കളല്ല, ഞാൻ ഇനിയും തനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും താൻ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. എന്നെ ശിക്ഷിച്ചു വളർത്തുന്നു എങ്കിൽ, എനിക്ക് കർത്താവ് ട്രെയിനിങ് തന്ന് എന്നെ ധാരാളം ശിക്ഷിച്ചു വളർത്തുന്നു എങ്കിൽ, കർത്താവ് എന്നെ ധാരാളം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ആരും ചിന്തിക്കരുത്, എന്നെ കർത്താവ് ശിക്ഷിക്കുന്നുമില്ല, എന്നെ വളർത്തുന്നുമില്ല, ഞാൻ ഇങ്ങനെ പാട്ടുകാരൻ എഴുതിയിരിക്കുന്നത് പോലെ സുഖേന വാഴുന്നു. അങ്ങനെയാണെങ്കിൽ ചിന്തിച്ചോ പ്രിയമുള്ളവരെ, കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യവുമില്ല, കർത്താവ് എന്നെ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. 2-ാമത്തെ കാര്യം, വി വിൽ ലിവ് ഇൻ ഹോളിനെസ്. നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കും. എനിക്ക് കൃപയാലുള്ള രക്ഷ സാധിച്ചു എങ്കിൽ, 1-ാം അധ്യായത്തിന്റെ 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അതാണ് പറയുന്നത്. കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ട് പറയുകയാണ്, നമ്മുടെ കർത്താവ് വിശുദ്ധനാകൊണ്ട്
കർത്താവ് എത്രമാത്രം ഭക്തിയോടെ വിശുദ്ധിയോടെ താൻ ജീവിച്ചു. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. എബ്രായ ലേഖന കർത്താവ് അതും എടുത്തു പറയുകയാണ്. തൻ്റെ കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് താൻ എങ്ങനെയായിരുന്നു, താൻ ഭക്തിയോടെ, ഭയത്തോടെ, ഉറച്ച നിലവിളിയോടെ താൻ എങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ തൻ്റെ ജീവിതം കഴിച്ചത്. നമുക്ക് മാതൃകയായിട്ട്, നമുക്ക് നല്ലൊരു മാതൃക കാഴ്ചവെക്കുന്നതിന് വേണ്ടിയായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ അതൊക്കെ നേരിട്ട് കണ്ടതാണ്. തൻ്റെ ജീവിതത്തിൽ ആദ്യകാലങ്ങളിൽ ഇതൊന്നും തനിക്ക് മനസ്സിലാക്കാനാകാതെ പോയി. കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു കണ്ടീഷൻ, ഒരു അവസ്ഥയായിരുന്നു തനിക്ക് അന്നുള്ളത്. ഇനിയും അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം 1:22 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 10 വരെയുള്ള വാക്യങ്ങളിൽ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വി വിൽ ലിവ് ഇൻ ഹാർമണി. നമ്മൾ ഐക്യതയിൽ നമ്മൾ ജീവിക്കും. ഐക്യതയിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവിനോടുള്ള ഒരു ഹാർമണിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. എത്ര അനുഗ്രഹമാണെന്നറിയാമോ അത്? കർത്താവിനോടുള്ള ഒരു ഐക്യതയിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. 2, നാം ആയിരിക്കുന്ന ഇടത്ത് ഐക്യതയിൽ ജീവിക്കാനായിട്ട് സാധിക്കണം. അത് പല നിലകളിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ കൂട്ട് സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ അതിനേക്കാൾ ഉപരിയായിട്ട് അതെല്ലാം ഒരു പരിധി വരെ ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ന് ഈ ഹാർമണി ഇല്ലാത്ത ഒരു രംഗം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിൻ്റെ ശുശ്രൂഷാ രംഗങ്ങളിലാണ്, അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരുടെ ഇടയിലാണ്. ഒരു സ്ഥലസഭയിൽ 3 മൂപ്പന്മാരുണ്ടെങ്കിൽ 3 പേരും 3 തട്ടിലായിരിക്കും. ഒരു സഭയിൽ 2 സുവിശേഷകന്മാരുണ്ടെങ്കിൽ 2 2 തട്ടിലായിരിക്കും. ഇന്ന് സുവിശേഷകന്മാർക്കും മൂപ്പന്മാർക്കും നമ്മുടെ സഭകളിലൊന്നും യാതൊരു വഞ്ഞവുമില്ല. എത്രയും കൂടുന്നു അത്രയും നല്ലതാണെന്നാണ് എൻ്റെ അഭിമതം. പക്ഷേ ഒരു കാര്യം, നമ്മൾ ഹാർമണിയിലായിരിക്കണം. എനിക്ക് ആ ഐക്യതയിൽ എൻ്റെ സഭയിൽ ആയിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ആവർത്തിക്കുകയാണ്, ഞാനൊരു സഭയിലെ ഒരു എൽഡറാണെങ്കിൽ, ഒരു ഡീക്കണാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇവാഞ്ചലിസ്റ്റ് ആണെങ്കിൽ, എൻ്റെ കൂട്ടുമൂപ്പനോട്, എൻ്റെ കൂട്ടു സുവിശേഷകനോട്, എൻ്റെ കൂട്ടു ശുശ്രൂഷകനോട് എനിക്ക് ഹാർമണിയായിട്ടിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഐക്യതയിലിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ശുശ്രൂഷ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്താ കാരണമെന്നറിയാമോ? നമ്മുടെ കർത്താവ് ആഗ്രഹിക്കാത്തതും പിശാച് ആഗ്രഹിക്കുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കൊരിന്ത്യ സഭ വളരെ പ്രശ്നമുള്ളൊരു സഭയായിരുന്നു. 16 അധ്യായങ്ങൾ 1-ാമത്തെ ലേഖനത്തിൽ, മിനിമം 16 വിഷയങ്ങൾ. ഈ 16 വിഷയങ്ങളിൽ എല്ലാം നമുക്ക് കാണാതറിയാമല്ലോ എന്തൊക്കെ വിഷയങ്ങളായിരുന്നു എന്നുള്ളത്. അതിൽ ഏറ്റവും വേഴ്സായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം പരിഹരിക്കേണ്ട പ്രശ്നം ഏതാണെന്ന് ഈ കുമ്പനാട്ട് നിന്നുകൊണ്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തോ പറയും? നിങ്ങൾ പറയും 5-ാം അധ്യായത്തിലെ പ്രശ്നമാണെന്ന്, അല്ലേ? നോ, പൗലോസ് പറയുന്ന 5-ാം അധ്യായത്തിലെ പ്രശ്നമല്ല, അത് 5-ാം അധ്യായത്തിൽ പരിഹരിച്ചാൽ മതി. 1-ാം അധ്യായത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നം എന്താണെന്ന് അറിയാമോ? സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഭിന്നതയുണ്ട്. ആ 5-ാം അധ്യായത്തിലെ പ്രശ്നത്തിലൂടെ ഒരുപാട് പിശാചകത്തേക്ക് കയറത്തില്ല. പക്ഷെങ്കിൽ ഈ ഭിന്നതയെന്ന് പറയുന്ന പ്രശ്നത്തിലൂടെ, ഭിന്നപക്ഷമെന്ന് പറയുന്ന പ്രശ്നത്തിലൂടെ പിശാച് അകത്ത് കയറും. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവ ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയാ. ഈ ദൈവ ദിവസം എൻ്റെ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത്? കർത്താവിന് വേണ്ടി നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുകയാ. കർത്താവിൻ്റെ പ്രത്യക്ഷതയെ ഒരുങ്ങി കാത്തിരിക്കുകയാ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും എൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷാരംഗത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഭിന്നത ഉണ്ടാകാനായിട്ട് പാടില്ല. എങ്ങനെ ഹാർമണിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും? അതിന് റോമാലേഖനം 15-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്. ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ. ഈ ഭിന്നത ഉണ്ടാകാതിരിക്കണമെങ്കിൽ ക്രിസ്തുയേശു നമ്മളെ കൈക്കൊണ്ടതുപോലെ ബാക്കി നിങ്ങളും. ഓതാണ്ട് ആരും മിണ്ടുന്നില്ല. ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. നല്ല കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചൊക്കെ അങ്ങോട്ട് പറ, ഞങ്ങൾ എഴുതിയെടുക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഇതാ പറയേണ്ടത്. അതവിടെ നിൽക്കട്ടെ. അതിനെ ബേസ് ചെയ്ത് ഇവിടെ ഇതാണ് പറയേണ്ടത്. ക്രിസ്തുയേശു നമ്മളെ കൈക്കൊണ്ടതുപോലെ നമ്മളും എന്ത് ചെയ്യണം? അന്യോന്യം കൈക്കൊള്ളണം. അന്യോന്യം കൈക്കൊള്ളാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ, കൊരിന്ത്യരോട് പൗലോസ് പറയും, നിങ്ങളുടെ ഹൃദയം ഇടുങ്ങിയിരിക്കുക, എൻ്റെ ഹൃദയം വിശാലമായിരിക്കുക. എന്താ അതിൻ്റെ അർത്ഥം?
ഈ 16 പ്രശ്നങ്ങളുള്ള ഈ സഭയെ, ആ സഭയിലെ വിശ്വാസികളെ പൗലോസിന്റെ ഹൃദയത്തിൽ ഇടമുണ്ടെന്നവർക്ക്, പൗലോസിന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടെന്ന്. നമ്മളാണെങ്കിലോ, ഞാൻ പലപ്പോഴും പറയും, നമ്മളൊക്കെ ഈ അരിപ്പയും കൊണ്ടിരിക്കുക. അരിപ്പയെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ചന്നി ഹിന്ദിയിൽ പറഞ്ഞാൽ അരിച്ചെടുക്കാൻ നോക്കിയിരിക്കുക. പലരും പറയും നല്ലവരെ മാത്രം മതി. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ കൺവെൻഷന്റെ അനൗൺസ്മെന്റിനൊക്കെ നമ്മൾ പറയും നല്ലവരായ ഏവരെയും ഞങ്ങൾ, എല്ലാവർക്കും നല്ലവര് മതി, എല്ലാവരും. പക്ഷെ എൻ്റെ പ്രിയമുള്ള ആരാ നല്ലവര്? ഈ ലോകത്തിൽ എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ നല്ലവൻ. അങ്ങനല്ലേ നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ നല്ലവൻ. എൻ്റെ പ്രിയമുള്ളവരെ, ആ നമ്മളാണ് മറ്റുള്ളവരെ നമ്മൾ അരിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവർ പ്രശ്നക്കാരാ, എനിക്കറിയാം, അവരങ്ങനെയാ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുമ്പോൾ എന്തെല്ലാം കുറവുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്ക് എന്നെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഹാർമണിയിൽ ജീവിക്കാൻ നമുക്കിടയായി തീരണം, ഐക്യതയിൽ ജീവിക്കാൻ നമുക്കിടയായി തീരണം, തമ്മിൽ കൈക്കൊള്ളാൻ നമുക്കിടയായി തീരണം. ഭിന്നതകളില്ലാത്ത സഭകളുണ്ടാവണം, ഭിന്നതകളില്ലാത്ത ശുശ്രൂഷ രംഗങ്ങളുണ്ടാകണം, മത്സരങ്ങളില്ലാത്ത സഭകളുണ്ടാകണം, ശുശ്രൂഷകന്മാരുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുകയും വരുന്ന നാളുകളിൽ കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കൃപയാലുള്ള രക്ഷ നമുക്ക് സാധിച്ചു എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, പ്രത്യാശയിൽ ജീവിക്കുവാൻ, നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ഐക്യതയിൽ ജീവിക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് കൃപയാലുള്ള സമർപ്പണം. കൃപയാലുള്ള സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ 4 കാര്യങ്ങൾ പത്രോസ് അവിടെ പറയുകയാണ്. 1, സബ്മിറ്റ് ടു അതോറിറ്റീസ്, അധികാരങ്ങൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കും. 2, യജമാനന്മാർക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കും. വി വിൽ സബ്മിറ്റ് ടു ദ മാസ്റ്റേഴ്സ്, യജമാനന്മാർക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കും. 3-ാമത്തെ കാര്യം, നമ്മൾ ഭവനത്തിൽ നമ്മൾ കീഴടങ്ങിയിരിക്കും, ഭവനത്തിൽ നമ്മൾ കീഴടങ്ങിയിരിക്കും. 4-ാമത്തെ കാര്യം, സഭയിൽ നമ്മൾ കീഴടങ്ങിയിരിക്കും. ഇതെല്ലാം പത്രോസ് നമ്മളെ പഠിപ്പിക്കുക. വീട്ടിൽ പോയി ഈ പത്രോസിന്റെ 1-2 ലേഖനങ്ങൾ ഈ ദിവസങ്ങളിൽ ആവർത്തിച്ച് വായിച്ചോണം. ഇതൊരു ഔട്ട്ലൈനാ, ഇതൊരു ചെറിയ രൂപരേഖ മാത്രമാണ് പ്രിയമുള്ളവരെ ഇവിടെ തരുന്നത്. നമ്മൾക്ക് കീഴടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, എന്തോ ഈ കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളെല്ലാം കീഴടക്കാൻ നോക്കിയിരിക്കുക. പ്രായമുള്ളവർ ചെറുപ്പക്കാരെ കീഴടക്കാൻ നോക്കുന്നു, ചെറുപ്പക്കാർ പ്രായമുള്ളവരെ കീഴടക്കാൻ നോക്കുന്നു. രണ്ടുപേരും ചിഹ്നിച്ച് അല്ലെങ്കിൽ 2 തലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. 2 തലങ്ങളിൽ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നു, അവർ ഇവരെ കുറ്റം പറയുന്നു. എവിടെയാണ് പ്രശ്നം, ആർക്കാണ് പ്രശ്നം നമുക്കറിയത്തില്ല. ഇത്ര മാത്രമേ ഉള്ളൂ കീഴടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ. അതാണ് എഫേസ്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചില ജോഡികളെ കൊണ്ടുവരുന്നുണ്ട്. ചില ജോഡികളെ കൊണ്ട്, 2 പേർ തമ്മിലുള്ള ഭാര്യയും ഭർത്താവും, അതുപോലെ തന്നെ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും യജമാനനും അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന, ഇങ്ങനെയുള്ള ഒരുപാട് പേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അതിനെ ഏറ്റവും ആദ്യം പറഞ്ഞ് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ, അതിൻ്റെ തലക്കെട്ടാണ് ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം എന്ത് ചെയ്യണം, കീഴ്പ്പെട്ടിരിക്കണം. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കണം. എന്താ അതിൻ്റെ കാര്യം? ഞാനും എൻ്റെ കൂട്ടു സഹോദരനും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഉത്തരവാദിത്വം ചെയ്യത്തക്ക നിലയിൽ എന്നെ തന്നെ ക്രിസ്തുവിൻ്റെ ഭയത്തിൽ ഞാൻ താഴ്ത്തിക്കൊടുക്കുന്നതിന്, സമർപ്പിച്ചു കൊടുക്കുന്നതിനാണ് കീഴ്പ്പെടൽ എന്ന് പറയുന്നത്. ഇനിയും എൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്യത്തക്ക നിലയിൽ അദ്ദേഹം ക്രിസ്തുവിൻ്റെ ഭയത്തിൽ താണിരിക്കുന്നതിനാണ് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത്. ഈ കീഴടങ്ങൽ ഇന്ന് പലയിടത്തും കാണുന്നില്ല. കുടുംബങ്ങളിൽ കാണുന്നില്ല, സഭയിൽ കാണുന്നില്ല, ശുശ്രൂഷ രംഗങ്ങളിൽ നമ്മൾ കാണുന്നില്ല. ഇത് കാണണം. ഇത് പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കൃപയാലുള്ള രക്ഷ കർത്താവ് നമുക്ക് തന്നു. ആ കൃപയാലുള്ള രക്ഷ നമ്മൾ ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃപയാലുള്ള ആ സമർപ്പണം നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ. കൃപയാൽ രക്ഷയുണ്ടെങ്കിൽ കൃപയാൽ സമർപ്പണമുണ്ട്. 3-ാമത്തെ കാര്യം കൃപയാലുള്ള കഷ്ടതയാണ്. അത് പിന്നീട് അടുത്ത ദിവസം ഞാൻ പറയാനായിട്ട് ശ്രമിക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ആമുഖമായിട്ട് ഇത്രയും കാര്യങ്ങൾ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവദിവസത്തിനായിട്ട് കാത്തിരിക്കുകയാണ്.
ദൈവദിവസത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ ഇനി എന്താണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഭയത്തോടുകൂടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. ആ 3-ാം അധ്യായത്തിന് എൻ്റെ ചെറിയ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു തരാം. ആ ഔട്ട്ലൈൻ അനുസരിച്ച് നമ്മൾ ആ ലേഖനം അല്ലെങ്കിൽ 3-ാം അധ്യായം നമ്മൾ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങളിൽ ഗോഡ്സ് വേർഡ് ഈസ് ട്രൂ, ദൈവത്തിൻ്റെ വചനം സത്യമാണ്. ഗോഡ്സ് വേർഡ് ഈസ് ട്രൂ. ദൈവത്തിൻ്റെ വചനം സത്യമാണെങ്കിൽ അത് സത്യമായിട്ട് തന്നെ നിറവേറേണ്ടതായിട്ടിരിക്കുന്നു. സത്യവചനമാണ്, അതിന് യാതൊരു സംശയവുമില്ല. ആ ദൈവത്തിൻ്റെ വചനം ഞാനും നിങ്ങളും മുറുകെ പിടിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. അത് 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളിലാണ്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗോഡ്സ് വർക്ക് ഈസ് കൺസിസ്റ്റന്റ്. ദൈവത്തിൻ്റെ പ്രവർത്തനം അത് സ്ഥിരതയുള്ളതായിരിക്കണം, സ്ഥിരമായതായിരിക്കണം. ദൈവത്തിൻ്റെ വേല അത് സ്ഥിരതയുള്ളതായിരിക്കണം, അത് സ്ഥിരമായുള്ളതായിരിക്കണം. നിക്കോദിമോസൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഗമാലിയേൽ ഇവരൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. ദൈവത്താൽ ആരംഭിച്ചതാണെങ്കിൽ അതെന്ത് ചെയ്യും? തുടരും. ദൈവത്താൽ ആരംഭിച്ചതാണെങ്കിൽ നമ്മളിപ്പോൾ കയറി വലിയ ബഹളമൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അത് ദൈവത്താൽ ആരംഭിച്ചതാണോ? അത് ദൈവം എഴുന്നേൽപ്പിച്ചതാണോ? അത് ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ? തീർച്ചയായിട്ടും അത് നിലനിൽക്കും. അല്ല എങ്കിൽ എന്ത് ചെയ്യും? അത് ഡിസോൾവ് ആയിക്കൊള്ളും. നമ്മൾ അതിനെക്കുറിച്ച് ഒത്തിരി ഭാരപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം, നമുക്ക് അതിനോടല്ല കാര്യം. ബൈബിളിൽ എന്താ പറഞ്ഞത്? നമുക്ക് അവനോടത്രേ കാര്യമുള്ളത്, നമുക്ക് അവനോടത്രേ കാര്യമുള്ളത്. അപ്പോൾ നമ്മൾ കർത്താവിനോടുള്ള സ്നേഹത്തിൽ, കർത്താവിൻ്റെ വചനത്തോടുള്ള സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തീരണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് 3-ാമത് അടുത്തൊരു കാര്യം കൂടെ പത്രോസ് അപ്പോസ്തലൻ കൊണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ വചനം ഗോഡ്സ് വേർഡ് ദാറ്റ് ഈസ് ട്രൂ. 2-ാമത് ഗോഡ്സ് വർക്ക് ദാറ്റ് ഈസ് കൺസിസ്റ്റന്റ്. 3-ാമത്തെ കാര്യം ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഹിതം. ഗോഡ്സ് വിൽ ഈസ് മെർസിഫുൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. അത് ദൈവം അനുവദിച്ചാൽ എനിക്ക് ദൈവഹിതത്തിൻ്റെ മർമ്മം എന്ന് പറഞ്ഞൊരു വിഷയം തന്നിട്ടുണ്ട്. ആ വിഷയം വരുമ്പോൾ ഞാൻ ആ വിഷയം കൂടുതലായിട്ട് പറയും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ നമുക്കിടയായി തീരണം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എല്ലാം പ്ലസൻ്റ് ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതമാണെന്നാണ്. അല്ല, നമുക്കെതിരെ ശത്രുക്കളെ കൊണ്ടുവരുന്നതും ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് തിരിച്ചറിയാൻ എൻ്റെ മനസ്സിന് ഒരു പുതുക്കം ഉണ്ടായിരിക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ? എൻ്റെ കാര്യങ്ങളെല്ലാം ഫേവറായിട്ട് നൽകുക മാത്രമല്ല, ദാവീദിനെ ശപിക്കാൻ ഒരു ശിമെയി വന്നപ്പോൾ ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ മുന്നോട്ട് വന്ന ആളിനോട് ദാവീദ് പറഞ്ഞ എന്താ? നോ നോ നോ, അത് ദൈവം അവനെ എന്ത് ചെയ്തിരിക്കുക? അയച്ചിരിക്കുക. ദൈവം അയച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചു, എന്തുകൊണ്ട് ദുഷ്ടന്മാർ അകത്തും പുറത്തും പ്രബലരാകുന്നു? ദൈവത്തോട് ചോദിക്കുക, എന്തിനാ പ്രബലരാകുന്നേ? സങ്കീർത്തനക്കാരനും ചോദിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ഇത് ദൈവത്തിൻ്റെ ഹിതമാ. എന്താ ദൈവത്തിൻ്റെ ഹിതം? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ഥിരതയുള്ളവനായിട്ട്, ഭക്തിയുള്ളവനായിട്ട്, എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഒരു ചിന്തയുണ്ടെങ്കിൽ, ഇനിയും ആ ശിമയോട് നമ്മൾ എന്തിനാ എതിർക്കാനായിട്ട് പോകുന്നേ? അത് എൻ്റെ കാര്യമല്ലെന്നേ, അത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല. ഇനിയും പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പഴയ നിയമത്തിൽ നെഹമ്യാവൊക്കെ ആ മതിൽ പണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിശാച് ഒരുപാട് തന്ത്രങ്ങൾ കൊണ്ടുവന്ന്, അതിൽ ഒരു ശ്രേഷ്ഠമായ ഒരു തന്ത്രമുണ്ട്. ഞാൻ ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തന്ത്രമുണ്ട്. ഒന്നും വരാതിരുന്നപ്പോൾ ഈ ദൈവദാസന്മാരെ ഇന്നബിളാക്കുക, ബലഹീനരാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു വലിയ തന്ത്രമാണ്. അവരെന്താ പറഞ്ഞതെന്നറിയാമോ? ഒരു കുറുക്കം കയറിയാൽ ഇത് താഴെ വീഴും. കുറുക്കം കയറിയാൽ വീഴുമെന്നേ. ആ പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ആ ചാന്തൊന്നും ഉറച്ചിട്ടില്ല.
വീഴും. ഒരു കുറുക്കം കയറിയാൽ ആ കട്ട താഴെ പോകാനുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ അവനോട് എതിർക്കാൻ പോയാൽ നമുക്കത് ചെയ്യാനും പറ്റത്തില്ല. അത് ഉറയ്ക്കാനൊരു ഇച്ചിരി സമയം കൂടി ഇന്നും നിലനിൽപ്പുണ്ടെന്നേ. അത് ഇന്നും ആ മതിലിൻ്റെ ആ ഭാഗങ്ങളൊക്കെ അവിടെ ഉണ്ട്. എൻ്റെ പ്രിയമുള്ള, നമ്മളെ ബലഹീനരാക്കുന്നതിന് വേണ്ടി ഇന്ന് എത്രയോ ദൈവദാസന്മാർ അവരുടെ ശക്തി ക്ഷയിച്ച് അവർ ഇരിക്കുന്നു. എന്താ കാരണമെന്നറിയാമോ? പിശാച് അവിടെ ജയമെടുത്തു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും അതിന് തുനിയരുത് പ്രിയമുള്ളവരെ. ഒരു ദൈവദാസനെ ഇന്നബിളാക്കാൻ വേണ്ടി നമ്മളുടെ ഒരു വാക്കുപോലും ഇടയായി തീരരുത്. കർത്താവിൻ്റെ ശുശ്രൂഷ അവർ പ്രാഗൽഭ്യത്തോടെ ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. അവൻ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അവനോട് ഇടപെട്ടുകൊള്ളും. അത് എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, എനിക്ക് അവനുമായിട്ട് അത്രേ കാര്യമുള്ളത്. എൻ്റെ കാര്യമായിരിക്കണം ഞാൻ നോക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം. പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ താൻ അവിടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച്, ഹിതത്തെക്കുറിച്ച്. അത് നോക്കിയാൽ 2-ാമത്തെ വാക്യത്തിലാണ്. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിലാണ് അവിടെ പറയുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ എന്ത് ചെയ്തോണം? മേയിച്ചോണം. നിങ്ങളുടെ വിചാരണയിലുള്ള. ഇന്ന് നമ്മളുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ വിചാരണയിലല്ലാത്തടത്തോട്ടുള്ള കടന്നുകയറ്റമാണ്. നമ്മുടെ വിചാരണയിൽ ഉള്ളതിനോടുള്ള ബന്ധത്തിൽ മാത്രം. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, നിർബന്ധത്താലല്ല, അടുത്ത വാക്കാണ്, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടുമല്ല. ഇതൊന്നും ദൈവത്തിൻ്റെ ഹിതമല്ല. ദൈവം എങ്ങനെയാണ് ഒരു ശുശ്രൂഷകനിലൂടെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് പത്രോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കതൊന്ന് മനസ്സിലാക്കാനായിട്ട് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. മടങ്ങി വരാം. എന്താണ് ദൈവത്തിൻ്റെ ദിവസം? എന്താണ് ദൈവ ദിവസം? ഇന്നലെ ഞാൻ പറഞ്ഞു ലോർഡ്സ് ഡേ. അതിന് പറയുന്നത് കർത്തൃദിവസം. ഒരുപാട് വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം 1:10 തുടങ്ങി ചില വാക്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. The day of the Lord, in Lord's day I was in the spirit. ഞാൻ ആത്മാവിൽ ആയി. ഇതുപോലുള്ള ചില വാക്യങ്ങളുണ്ട്. ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ, ഒരുത്തനിൽ ക്രിസ്തു വന്നാലെന്നല്ല, മനസ്സിലാക്കണേ എൻ്റെ വ്യത്യാസം നോക്കിയേ. ഒരു വ്യക്തിയിൽ ക്രിസ്തു വന്നാൽ എന്നുള്ളതിലല്ല പൗലോസ് അവിടെ പറയുന്നത്. ഒരുത്തൻ ക്രിസ്തുവിൽ ആയാൽ. അവിടെയാണ് കൊരിന്തി സഭയിലെ പ്രശ്നം. അവർ രക്ഷിക്കപ്പെട്ടവരാ, ക്രിസ്തു അവരിൽ വന്നു, പക്ഷെങ്കിൽ അവൻ ഇന്ന് വരെ ക്രിസ്തുവിൽ ആയിട്ടില്ല. അതാണ് അവിടുത്തെ പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരുക്കം, കർത്താവിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ കർത്താവ് ഉണ്ടായാൽ പോരാ, ഞാൻ കർത്താവിലാകണം. ഒരുത്തൻ ക്രിസ്തുവിലാകണം. ഇങ്ങനെയുള്ള ഒത്തിരി വാക്യങ്ങൾ ബൈബിളിലുണ്ട്. ഇനിയും ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ വന്നാൽ ഞാൻ ദൈവത്തിൻ്റെ പൈതലാ, യാതൊരു സംശയവുമില്ല, ഞാൻ രക്ഷിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ഉള്ളിൽ വന്ന് ഞാനൊരു പുതിയ സൃഷ്ടിയായി തീരും, യാതൊരു സംശയവുമില്ല, ദൈവ പൈതല. അങ്ങനെയുള്ളവരാ നമ്മളൊക്കെ. പക്ഷേ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് ഐ വാസ് ഇൻ ദ സ്പിരിറ്റ്. ഞാൻ ആത്മാവിൽ ആയി. ഒന്ന് ആലോചിച്ചേ, ഞാൻ ആത്മാവിലായി എന്ന് പറഞ്ഞാൽ ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ മസ്തിഷ്കത്തിനോ എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ചിന്തയ്ക്കോ എൻ്റെ ജഡത്തിനോ എൻ്റെ ജഡീക ചിന്തകൾക്കോ അവിടെ സ്ഥാനമില്ലാതെ വണ്ണം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആത്മാവിലേക്ക് മാറുകയാണ്. നോക്കിയേ, ലോർഡ്സ് ഡേ, കർത്തൃദിവസം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഈ കർത്തൃദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് പ്രായോഗിക തലത്തിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഈ ലോർഡ്സ് ഡേ എന്ന് പറയുന്നതിന് 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, ആദിമ ക്രിസ്ത്യാനികൾ കർത്താവിനെ ആരാധിക്കുന്നതിനും തിരുവത്താഴ് ശുശ്രൂഷ ആചരിക്കുന്നതിനുമായി, അല്ലെങ്കിൽ കൂട്ടായ്മ ആചരിക്കുന്നതിന് വേണ്ടി കർത്താവ് ഉയർത്തെഴുന്നേറ്റ ദിവസം എന്ന നിലയിൽ അവർ കൂടി വന്ന ദിവസം ഞായറാഴ്ച, സൺഡേ, അതിന് ലോർഡ്സ് ഡേ, കർത്തൃദിവസം എന്ന് പറയാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യോഹന്നാൻ അപ്പോസ്തലനെ
നിത്യത വരെയുള്ള സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണിക്കുന്നതിന് താനായി തീർന്ന ഒരു കാലയളവ് എന്ന ഒരു അർത്ഥവും ഈ കർത്തൃ ദിവസത്തിനുണ്ട്. മനസ്സിലായല്ലോ? കർത്തൃ ദിവസം എന്ന് പറഞ്ഞാൽ തന്നിലൂടെ ദൈവം ചില കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിനു വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതികൾ തന്നെ കാണിച്ച് തന്നിലൂടെ ആ കാര്യങ്ങൾ നിവർത്തീകരിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ ആക്കി തീർത്ത ഒരു പ്രത്യേക അവസ്ഥ, ഒരവസരം. അതാണ് അതിന് നിറവ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആത്മാവിൻ്റെ നിയന്ത്രണം എന്ന് പറയാനായിട്ട് സാധിക്കും. അത് പ്രാർത്ഥനയിൽ, ദൈവവചന ശുശ്രൂഷയിൽ, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ അവർ ആത്മാവ് നിറഞ്ഞവരായി ദൈവത്തിൻ്റെ ആത്മാവിൽ അവർ ആ ശുശ്രൂഷ ചെയ്തു എന്നുള്ളതാണ്. അത് ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ ദിവസം എന്നുള്ളൊരു വാക്കാണ്. കർത്താവിൻ്റെ ദിവസം 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ നാളിനെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക പരാമർശങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ദൈവം തൻ്റെ ജനങ്ങളോട് ഭാവിയിൽ ഉറപ്പായിട്ട് ഇടപെടുന്ന ദിനങ്ങളാണ് ഈ കർത്താവിൻ്റെ നാളെന്ന് പറയുന്നത്. ദൈവം തൻ്റെ ജനത്തോട് ഭാവിയിൽ ഉറപ്പായിട്ട് ഇടപെടാനായിട്ട് പോകുന്ന നാളുകളെയാണ് ഡേ ഓഫ് ദ ലോർഡ് അഥവാ കർത്താവിൻ്റെ ദിവസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് 3 തലങ്ങളിലാണ്. ഒന്ന്, ദൈവം തൻ്റെ ജനത്തെ ന്യായം വിധിക്കും, ജഡ്ജ്മെന്റ്. വാക്യങ്ങൾ യെശയ്യാ പ്രവചനം 13-6 മുതൽ 9 വരെ, യോവേൽ പ്രവചനം 2-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ അനേക വാക്യങ്ങളുണ്ട്. ദൈവം തൻ്റെ ജനത്തെ ന്യായം വിധിക്കും, ജഡ്ജ്മെന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിൻഡിക്കേഷൻ. ഒന്നാമത്തെ ജഡ്ജ്മെന്റ് ആണെങ്കിൽ രണ്ടാമത്തേത് വിൻഡിക്കേഷനാണ്. ദൈവം തൻ്റെ ജനത്തെ നിർദോഷീകരിച്ച് ഉയർത്തുന്ന ഒരു ദിവസമാണ് കർത്താവിൻ്റെ ദിവസം എന്ന് പറയുന്നത്. ദൈവം തൻ്റെ ജനത്തെ നിർദോഷീകരിക്കുന്ന വിൻഡിക്കേഷൻ. അത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു വാക്കുണ്ട്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും അവൻ എനിക്ക് വേണ്ടി വാദിക്കും, അവൻ എനിക്ക് വേണ്ടി സംസാരിക്കും എന്ന് പറഞ്ഞാൽ അവൻ എന്നെ നിർദോഷനായിട്ട് എണ്ണി എനിക്ക് വേണ്ടി എൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്ന ഒരു ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പൊടിമേൽ ഇറങ്ങി വന്ന് ഇയ്യോബിന് വേണ്ടി സംസാരിച്ച് ഇയ്യോബിനെ നിർദോഷീകരിച്ച ഒരു ചരിത്രം നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും. ഇനിയും അത് വരാനായിട്ട് പോവുകയാണ്. അത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലും തൻ്റെ സഭയോടുള്ള ബന്ധത്തിലും ഇനിയും ഒരു ദിവസം കൂടെ ശേഷിക്കുകയാണ്. ഇനിയും കർത്താവ് എത്രയും വേഗം മടങ്ങി വന്ന് കഴിഞ്ഞിട്ട് 7 വർഷം ഈ ഭൂമിയിൽ യഹൂദനോടുള്ള ബന്ധത്തിൽ ആ ജഡ്ജ്മെന്റും വിൻഡിക്കേഷനും നടക്കാനായിട്ട് പോവുകയാണ്. അതേ സമയം തന്നെ മധ്യാകാശത്തിൽ എന്ന് കൃത്യമായിട്ട് പറയാൻ ഒക്കത്തില്ലെങ്കിലും നമ്മൾ കർത്താവിനോടൊപ്പം എവിടെയായിരുന്നാലും ആ നാളുകളിൽ നമ്മളോടുള്ള ബന്ധത്തിലും വിൻഡിക്കേഷൻ നടക്കാനായിട്ട് പോവുകയാണ്. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കാൻ പോവുകയാണ്, വെളിപ്പെടാൻ പോവുകയാണ്. അവിടെ കർത്താവ് നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കർത്താവ് വരും, എത്രയും വേഗം വരും തൻ്റെ മക്കളെ ചേർക്കുവാൻ. രണ്ടാമത്തെ കാര്യം മറക്കരുത്, അവൻ കാര്യം തീർക്കാനാണ് വരുന്നത്. കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കാനാണ് വരുന്നത്. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഡേ ഓഫ് ദ ലോർഡ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ദിവസത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ. അതായത് ഈ ലോകത്തിന് സംഭവിക്കുന്ന വലിയ ഒരു പരിവർത്തനം. അത് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയും, വെന്തുരുകും. ഈ കാര്യങ്ങളെല്ലാം താൻ ഒന്നിച്ചു പറയുകയാണ്. ഈ ലോകത്തിന് സംഭവിക്കുന്ന ഒരു വലിയ പരിവർത്തനം പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിലാണ്. അപ്പോൾ അവിടെയും നമ്മൾ വായിക്കുന്നത് ഈ കർത്താവിൻ്റെ ദിവസത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്ന വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ. അത് മഹാപീഡന കാലത്ത് തുടങ്ങി ആ കാര്യങ്ങൾ കൂടുതലായിട്ട് സംഭവിക്കാനായിട്ട് പോവുകയാണ്. മൂന്നാമത്തെ കാര്യം ദൈവ ദിവസം, ഡേ ഓഫ് ഗാഡ്.
എന്താണ് ഡേ ഓഫ് ഗോഡ് എന്ന് ഈ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, കർത്തൃ ദിവസത്തെക്കുറിച്ച് ബൈബിളിൽ ഒരു പരാമർശമുണ്ട്. രണ്ട്, കർത്താവിൻ്റെ ദിവസത്തെക്കുറിച്ച് അനേക പരാമർശങ്ങളുണ്ട്. മൂന്ന്, പത്രോസ് അപ്പോസ്തലൻ ഇവിടെ മാത്രം പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ് 3:11 പറഞ്ഞിരിക്കുന്നത്, ഡേ ഓഫ് ഗോഡ്, ദൈവ ദിവസം. ദൈവ ദിവസം എന്ന് പത്രോസ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ: കർത്താവിൻ്റെ രണ്ടാം വരവ് അഥവാ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരൊറ്റ വാക്കിൽ താൻ പറയുകയാണ്, ദൈവ ദിവസം. മനസ്സിലായല്ലോ? ഇത് വളരെ വ്യക്തമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മൾ ദൈവ ദിവസത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. ദൈവ ദിവസത്തിനായിട്ട് കാത്തിരിക്കുക എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, ഒന്ന്, നമ്മൾ 7 വർഷം മധ്യാകാശത്തിൽ ആയിരിക്കാൻ പോകുന്നു. കർത്താവുമായിട്ട് നമ്മൾ ഇടപെടാനായിട്ട് പോകുന്നു. അതിനുശേഷം കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. അതിനുശേഷം തൻ്റെ കാന്തയായിരിക്കുന്ന മണവാട്ടി സഭയും കർത്താവും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാനായിട്ട് പോവുകയാണ്. അതിനുശേഷം 1000 ആണ്ട് വാഴ്ച നടക്കാനായിട്ട് പോവുകയാണ്. ആ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ട് നിത്യതയോളം നമ്മൾ പുതിയ യെരൂശലേമിൽ അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയുമുള്ള ഈ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഇതെല്ലാം കൂടെ ഒരൊറ്റ വാക്കിൽ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവ ദിവസം. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്, നാം എന്തിനായിട്ട് കാത്തിരിക്കുക? ദൈവ ദിവസത്തിനായിട്ട്. അപ്പോൾ നമ്മൾ ഒരർത്ഥത്തിൽ കർത്താവിൻ്റെ നാളിനായിട്ട് കാത്തിരിക്കുന്നവരല്ല. കർത്താവിൻ്റെ നാൾ, എന്നാൽ കർത്താവിൻ്റെ നാള് നമ്മുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയുണ്ട്. എന്നാൽ അതിനേക്കാൾ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നമ്മൾ ദൈവ ദിവസത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഒരുക്കം ഞാൻ ഇവിടെ ലോർഡ്സ് ഡേ, കർത്തൃ ദിവസം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഞാൻ എന്നെ തന്നെ കർത്താവിന് കൊടുക്കുന്ന, പരിപൂർണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുന്ന ദിനങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളത്. കേവലം ഞായറാഴ്ച മാത്രമല്ല, നമ്മുടെ ആത്മീക ജീവിതത്തിൽ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിക്കപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ചാണ്. എന്തൊക്കെ കർത്താവിനോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ സ്നേഹത്തോടുള്ള ബന്ധത്തിൽ, കർത്താവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നോ ആ കാര്യങ്ങളോടുള്ള ബന്ധത്തിലാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ദൈവ ദിവസവും ദൈവമക്കളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. നാളെ വരുമ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചുകൊണ്ട് വരിക. 2-3 കാര്യങ്ങളാണ് നമ്മൾ ഇനി അതിനോടുള്ള ബന്ധം, 3-4 കാര്യങ്ങളാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒന്ന്, ദൈവ ദിവസത്തോടുള്ള നമ്മളുടെ പ്രതികരണം. അത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ദൈവം അനുവദിച്ചാൽ നാളെ ആ ക്ലാസ്സുകൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം, ദൈവത്തിൻ്റെ വരവ് നമുക്ക് എങ്ങനെ കാത്തിരിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, ദൈവ ദിവസത്തിൻ്റെ വരവ് എനിക്കെങ്ങനെ ബന്ധപ്പെടുത്താനായിട്ട് സാധിക്കും. 3, ദൈവ ദിവസത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇന്ന് എത്രമാത്രം വിശുദ്ധ ജീവനം ഉള്ളവൻ ആയിരിക്കണം. 4-മത്തെ കാര്യം, ധർമ്മപരായണത, അതായത് ദൈവഭക്തി. ഞാൻ എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ ദൈവഭക്തിയോടെ ഞാൻ ജീവിക്കണം, ഞാൻ ഒരുങ്ങിക്കാത്തിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നാളെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നമുക്ക് ചിന്തിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ തിരുനാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ദൈവവചനത്തിൻ്റെ സമൃദ്ധി നമുക്ക് ആസ്വദിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു ദൈവവൈതലിന് ഉണ്ടായിരിക്കേണ്ടുന്ന നല്ല മാതൃകകൾ, നല്ല മനോഭാവങ്ങളെക്കുറിച്ച് നമ്മെ കേൾപ്പിക്കുവാൻ പ്രിയ ദേവിദാസിലൂടെ ഇടയായി തീർന്നല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ നല്ല മാതൃകകൾ നാം അനുകരിക്കുന്ന മുഖാന്തരം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും മാത്രമല്ല സഭാ ജീവിതത്തിലും നമ്മുടെ സാക്ഷി ജീവിതത്തിലും അനുഗ്രഹമായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ ദാസിനോടുള്ള നന്ദിയെ അറിയിച്ചുകൊള്ളുന്നു. ചില അനൗൺസ്മെൻറ്റുകൾ കൂടെ ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് സൂക്ഷ്മം 10 മണിക്ക് ഈ പന്തലിൽ മിഷണറി മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരൊക്കെയും അതിൽ വന്ന് സംബന്ധിക്കണം എന്ന് ഓർപ്പിച്ചുകൊള്ളുന്നു. മാത്രമല്ല, ഇന്ന് രാത്രി യോഗങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും. 6 മണിക്ക് അത് ആരംഭിക്കുന്നതായിരിക്കും. കർത്തൃദാസന്മാരായ ജെയിംസ് എം തോമസും കർത്തൃദാസൻ എബി ജോർജും ഇന്ന് രാത്രിയിലെ മീറ്റിങ്ങുകളിൽ വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. മാത്രവുമല്ല, നാളെ ഈ ബൈബിൾ സ്റ്റഡിയുടെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ദൈവ ദിവസത്തിൻ്റെ വരവിനെ കാത്ത് ബന്ധപ്പെടുത്തിക്കൊണ്ട്
ഭയഭക്തിയോട് ജീവിപ്പാൻ, വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ ഈ ശുശ്രൂഷകൾ നമ്മെ ദൈവം സഹായിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടുകൂടി കടന്നു വരാം. മാത്രവുമല്ല, ഈ മീറ്റിങ്ങുകൾ തുടർന്നും സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മീറ്റിങ്ങുകൾ തുടർന്നും സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവർ അതിലും ഭാഗഭാക്കളാകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ സഹോദരൻ E.T. ഫിലിപ്പ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ രാവിലത്തെ സെഷൻ നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതാണ്. സഹോദരൻ E.T. ഫിലിപ്പ്. നമുക്ക് പ്രാർത്ഥിച്ച് യോഗ അവസാനിപ്പിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സുഖിപിതാവേ, അനുഗ്രഹീതമായ പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നുകൊണ്ട് സ്തോത്രം. കഴിഞ്ഞ മണിക്കൂറുകൾ കർത്താവേ, അവിടുത്തെ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അവിടുത്തെ ദാസനിൽ കൂടി അനുഗ്രഹീതമായിട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൻ്റെ പാലിക്കേണ്ടതായിട്ടുള്ള വിവിധ വശങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ വായിക്കുകയും ഞങ്ങൾ ധ്യാനിക്കുകയും ചെയ്ത വിഷയങ്ങളാണെങ്കിൽ പോലും അവിടുത്തെ ദാസനതെ വ്യക്തമായും കൃത്യമായും വിവരിച്ചു നൽകുമ്പോൾ കർത്താവെ, പലപ്പോഴും ഞങ്ങൾക്ക് ക്രമീകരണങ്ങൾ ആവശ്യമാണ് എന്ന് തോന്നുന്ന നിലയിൽ ആ വചനങ്ങൾ ഞങ്ങളോട് സംസാരിച്ചതുകൊണ്ട് ഞങ്ങളവിടുത്തെ സ്തുതിക്കുകയാണ്. അവിടുത്തെ ദാസന് വചനം കൊടുത്തുകൊണ്ട് സ്തോത്രം. വരും ദിവസങ്ങൾ കൂടുതലായി പ്രിയപ്പെട്ടവനെ സഹായിക്കുകയും ആത്മീയമായിട്ടുള്ള നിലയിൽ കർത്താവെ ദൈവജനത്തിന് അനുഗ്രഹമായി ശുശ്രൂഷിപ്പാൻ തക്കോണം സഹായിക്കുകയും ചെയ്യണം. ശരീരത്തിൽ ബലഹീനാണെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇത്രത്തോളം ശക്തിമത്തായ ജീവിതത്തെ പ്രസ്താവിപ്പാൻ തക്കോണം പ്രിയപ്പെട്ടവനെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത പ്രിയ സഹോദരനായി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് കർത്താവെ ആത്മീയ ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്തോത്രം. അടുത്ത ചില ദിവസങ്ങൾ കൂടി ഈ കൺവെൻഷനിൽ കർത്താവെ എല്ലാവിധമായിട്ടുള്ള ദൈവകൃപയും ആസ്വദിച്ച് ദൈവജനം കർത്താവെ തൃപ്തിയടയുവാൻ തക്കൊണ്ട് ഇടയാക്കണം. അനേകരെ കടന്നു വരേണ്ടതാണ്. എന്നാൽ വളരെ ചുരുക്കം പേരെ ഈ ക്ലാസ്സുകൾക്ക് കടന്നു വരുന്നുള്ളൂ. ദൈവജനത്തിൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുകയും വരും ദിവസങ്ങൾ കൂടുതലായി ദൈവജനം കടന്നു വന്ന് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനം പഠിച്ച് അവരുടേതായ സഭകളിലും സമൂഹത്തിലും അവർ മാതൃകയുള്ളവരും സാക്ഷ്യം നിലനിർത്തുന്നവരും ദൈവവചനത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ തക്കോണം സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. വൈകിട്ട് നടക്കുന്ന കർത്താവെ കോമൺ മീറ്റിങ്ങിനായി പ്രാർത്ഥിക്കുന്നു. അടുത്ത 10 മണിക്ക് ആരംഭിക്കുന്ന സുവിശേഷന്മാരുടെ മീറ്റിങ്ങുകൾക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ യോഗങ്ങളിലും അവിടുത്തെ സാന്നിധ്യവും കൃപയും ഉണ്ടായിരിക്കണം. കടന്നു വരുന്നവർക്ക് ആരോഗ്യം കൊടുക്കണം, ബലം കൊടുക്കണം, സഹായിക്കണം. കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം, തിരുനാമത്തെ മഹത്വപ്പെടുത്തണം. ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ ദാസനെ കരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പ്രാർത്ഥിച്ച് കർത്താവെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. എല്ലാ കൃപകളാൽ നിറയ്ക്കണം. കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ താഴ്മയും വിനയമായി പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കണം സുഖിപിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസം കൂട്ടായ്മയും നാം കേട്ട വചനത്തോടും കേൾപ്പിച്ച ദൈവദാസനോടും വരും ദിവസങ്ങളിലും ഞങ്ങളോടൊപ്പവും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. സ്തോത്രം. ഒരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. കടന്നു വന്ന സുവിശേഷന്മാർ ബാക്കിലുള്ള കൗണ്ടറിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണമേ എന്ന് അപേക്ഷിക്കുകയാണ്. കടന്നു വന്ന സുവിശേഷന്മാർ ബാക്കിലുള്ള കൗണ്ടറിൽ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം.